ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുഞ്ഞു വീഡിയോയാണ്. നമ്മൾ ഐബ്രോയെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് അത് ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഫംഗ്ഷന് പോകുമ്പോൾ എല്ലാവരും ഐബ്രോ ഒന്ന് ഷേപ്പ് ചെയ്തിട്ടൊക്കെയാണ് പോകാറ്. അപ്പോൾ ചിലർക്കൊരു സംശയമുണ്ട്. അപ്പോൾ ഇന്നലെ ഷോപ്പിൽ വന്നപ്പോഴും 1-2 പേര് എന്നോട് ചോദിച്ചു ഐബ്രോ ഷേപ്പ് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ട് വേണം നമ്മൾ അതിനൊന്ന് കറക്റ്റ് ചെയ്യാൻ. ചിലർ ഓയിലി സ്കിന്നായിരിക്കും, ചിലർ ഡ്രൈ സ്കിന്നായിരിക്കാം. അപ്പോഴത്തേന് ഓയിലി സ്കിന്നുകാർക്ക് നമ്മൾ എപ്പോഴും പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഡ്രൈ സ്കിന്നുള്ളവർക്ക് നമ്മൾ ഒരു ക്രീമി ടെക്സ്ചറുള്ള ഒരു ഐ ജെല്ലോ അല്ലെങ്കിൽ ഐ പെൻസിലോ വെച്ചിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ ഒരു വൈകുന്നേരം വരെ അതങ്ങനെ തന്നെ കിടക്കും. പിന്നെ നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് വരയ്ക്കാതിരിക്കുക. നമ്മളൊരു മിഡിൽ പോർഷനിൽ നിന്ന് വരച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ നല്ല പക്കയായിട്ട് ഇരിക്കും. അപ്പോൾ അതിന് കുറച്ച് പ്രോഡക്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഇങ്ങനത്തെ ഒരു ബ്രഷ് ടൈപ്പ് ഇതെല്ലാവർക്കും ഏകദേശം നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ ഒരു സ്ഥലത്ത് നമുക്ക് പെൻസിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ ബ്രഷ് ടൈപ്പ് ഉള്ളത്. ഇത് നമ്മൾ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് കൊടുക്കാം. പിന്നെ സെക്കൻഡ് വണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഐ ജെല്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടപ്പം തന്നെ ബ്ലെൻഡ് ചെയ്യുക. കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ നോക്കിയാൽ പറ്റത്തില്ല, ഓൾറെഡി സ്കിന്നിൽ പിടിച്ചിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ കൂടുതലും ബ്രൈഡ്സിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നത്. ഇത് 2 കളർ ഷെയ്ഡും ഉണ്ട്, ബ്ലാക്കും ഉണ്ട് ബ്രൗണും ഉണ്ട്. ഇപ്പോൾ ലൈറ്റ് അധികം ഹെയറിന് തിക്നെസ് ഇല്ലാത്തവർക്കാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഡാർക്ക് ബ്ലാക്ക് വെച്ചിട്ട് ചെയ്യരുത്. നമുക്ക് കാണുമ്പോൾ നമ്മൾ വരച്ചൊരു ഫീല് തോന്നും. അങ്ങനെയുള്ളവർക്ക് ബ്രൗൺ വെച്ചിട്ട് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ നാച്ചുറൽ ലുക്ക് തോന്നും. ഓക്കെ, കണ്ടോ, ഇത് ബ്രൗൺ. ഇതാണ് കൂടുതലും നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത്, ബ്രൗണാണ്. ഇത് വെച്ചിട്ട് നമുക്ക് കണ്ണ് എഴുതാം. അപ്പോൾ ഇത് ഈ ഒരു പ്രോഡക്റ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. പിന്നെ ഇതിന് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ നമുക്ക് 2 ബ്രഷാണ് നമുക്ക് വരുന്നത്. കണ്ടോ, ഇതൊരു കുഞ്ഞു ബ്രഷ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടുമാണ്. ഇത് ഇച്ചിരി വലിയ ബ്രഷാണ്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ചരിച്ച് പിടിച്ചിട്ട് നമുക്ക് നല്ല രീതിക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഞാൻ ഐ ജെൽ എടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ജസ്റ്റ് കുറച്ചെടുക്കുക, കയ്യിൽ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യും, ഒന്ന് ലൈറ്റ് ആക്കിയ ശേഷമാണ് വരച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് പോവുക. അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാലറ്റിൽ തന്നെ വരുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഒത്തിരി കളേഴ്സ് വരുന്നൊരു പാലറ്റാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഗ്ലിറ്ററി ടൈപ്പും ഉണ്ട്, പൗഡറി ടൈപ്പും ഉണ്ട്. ഗ്ലിറ്ററിങ് ഇല്ലാത്ത എന്താ പറയുക, മാറ്റ് ഫിനിഷ് വരുന്ന ടൈപ്പും ഉണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഗ്ലിറ്ററിങ്, ഒരു സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ ഗ്ലിറ്ററിങ് ഇല്ലാത്തതുമാണ് വരുന്നത്. അതിൽ തന്നെ ഉണ്ട് ബ്ലാക്കും ഉണ്ട് ബ്രൗണും ഉണ്ട്, ലൈറ്റ് ബ്രൗണും ഉണ്ട് ഡാർക്ക് ബ്രൗണും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ കുറച്ചും കൂടെ ബെറ്റർ എന്ന് നോക്കിയിട്ട് അത് വെച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് ഞാൻ ഇടാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ഫ്രണ്ട്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ.